ഫിറോസിൻ്റെ പേര് എവിടെ? ഓടോമറ്റി ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ബായ് അറിഞ്ഞില്ലേ. 8 സബ്ജക്റ്റ് 6 പേപ്പർ 3 വെച്ച് ഒരു ഗ്രൂപ്പ്, അങ്ങനെ 2 ഗ്രൂപ്പ്, അത് 2 പാസ്സാവണം. 8 സബ്ജക്റ്റ് 6 പേപ്പർ 3 വെച്ച് ഒരു ഗ്രൂപ്പ്, അങ്ങനെ 2 ഗ്രൂപ്പ്. ഓക്കെ. അപ്പോൾ 1 പൊട്ടിക്കഴിഞ്ഞാൽ 2 ഗ്രൂപ്പ് വീണ്ടും എഴുതണം. നിങ്ങളുടെ വെഡ്ഡിങ് കഴിഞ്ഞോ? ഇല്ല. എൻ്റെയൊക്കെ ഒരു ഭാഗ്യം, എനിക്കൊന്നും ആരും കമ്മി അതിലൊന്നും കാര്യമില്ല. എന്നും നമ്മൾ ഒറ്റയ്ക്കാണ്, ആ സത്യം തിരിച്ചറിഞ്ഞാൽ മതി. ഫിറോസോപ്പിൻ്റെ വരെ ദുബായിയോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അന്നെ ഞാൻ മറന്നിട്ടൊന്നുമില്ല. ഈ ഇങ്ങനെ ഒരു റെയർ നെയിം ഇട്ടപ്പോൾ എനിക്കൊന്ന് കൺഫ്യൂഷനായി, അത്രേ ഉള്ളൂ. നീ എന്ത് പേരൊക്കെ മാറ്റിയത്? നാട്ടിൽ നിന്ന് പോയോ? ഇത് തിരിച്ചു പോയോ? ഫിറോസോപ്പി ദുബായിലാണ് എൻ്റെ പേരാ. നാട്ടിലെവിടെയാ? നിങ്ങളുടെ വെഡ്ഡിങ് കഴിഞ്ഞോ? ഇല്ല. നമ്മൾ പരിചയപ്പെടാൻ കാരണമായ വഴിയൊക്കെ ഞാൻ ഒഴിവാക്കി. വൈ? ഈ വാട്സപ്പിലൊന്ന് മെസ്സേജ് ആയിക്കൊണ്ട് നോ വേ, ഞാനത് എന്നോട് പറയണം. എന്നോട് കുറേ വട്ടം അങ്ങനെ പറഞ്ഞതാ. ഞങ്ങൾ ബ്രേക്കപ്പ് അവിടെ പോലെയാണ് അത് പറഞ്ഞില്ലേ. മുനീർ വളരാടാണ് മുനീർ. പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇനി കോഴിക്കോട് വരുമ്പോൾ മെസ്സേജ് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനത്തെ ദേഷ്യം നമ്മൾ എന്തോരം ഉടക്കിയോ, നമ്മൾ ഉടക്കിയിട്ടുണ്ടായിരുന്ന ഇതിൻ്റെ പേരിൽ. അങ്ങനെ ദേഷ്യം ഞാൻ മനസ്സിൽ വെക്കുന്ന ഒരാളല്ല കേട്ടോ. ഞാൻ വളരെ നല്ലൊരു അങ്ങനെ നല്ലതെന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ മനസ്സിൽ വെക്കുന്ന ഒരാളല്ല. ഇത് കാര്യത്തില്ല. ജിജി വണ്ടി വിട്ടാ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ബ്രേക്കപ്പ് അവിടെ പോലെ വരാതും. ഇതുവരെ വെഡ്ഡിങ് എന്താ കഴിയാത്തത്? എടാ ഞാൻ ചെറിയ കുട്ടിയാണെടാ, വെറും 18 വയസ്സ്. ഇപ്പോൾ സമയമല്ലേ. ഞാനും അങ്ങനെ അല്ല കേട്ടോ. ഞാനും അങ്ങനെ പുറത്തുനിന്നാരോ സംസാരിക്കുന്നു. ഞാനും അങ്ങനെയല്ല കേട്ടോ. എങ്ങനെയല്ല കേട്ടോ. അതെ. എന്തായാലും ഈ കാര്യം പറയുന്നുണ്ട് ഹിബ. നമ്മൾ വിട്ടുകൊടുക്കണം. ചില സമയത്ത് നമ്മൾ വിട്ടുകൊടുക്കണം, പക്ഷെ കംപ്ലീറ്റ് വിട്ടുകൊടുക്കരുത്. ചിലതൊക്കെ എന്നാലും അതങ്ങനെ ഒഴിവാണെന്ന് ഞാൻ അറിയേണ്ടതായിരുന്നല്ല. ഞാൻ ഇനി വരുമ്പോൾ പറയുണ്ടൂന്ന്. ഫിറോസോപ്പി നാട്ടിലെവിടെയാ? കുറെ വിട്ടുകൊടുത്തു. ഈ വിട്ട അങ്ങനെയല്ലേ പറയും. നിങ്ങളെ കാണാൻ നോക്കിയിട്ടുണ്ട്. മുനീർ സിബി കോഴിയാവല്ലേ പ്ലീസ്. ഇതുവരെ അങ്ങനെ കോഴി ആയിട്ടില്ലല്ലോ. നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. മാഷാ അല്ലാ. ഓക്കെ. മലപ്പുറം എവിടെ പറ? ഇജ്ജ് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിച്ചിട്ടുണ്ടാവില്ല. എന്ത് മോളെന്നെ ചേട്ടനെ നാളെ എത്താൻ എണീക്കുക? നിൻ്റെ അത്താഴം എപ്പോഴാണ്? നമ്മളത് 5 മണിക്ക്. ഓക്കെ, 5 മണിക്ക് എണീറ്റാൽ മതി. അൽസമീഡിയ ഹായ്. നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങാറ്? അതിട്ട് ഡിപ്പെൻസ്. അബ്ദുൽ ലത്തീഫ് ഹായ്. ഞാൻ പറഞ്ഞപ്പോൾ അതെ ഈ പറഞ്ഞപ്പോൾ അയാളോട് പറഞ്ഞാ അതൊക്കെ. അത് ചിലപ്പോൾ അങ്ങനെ ആവാനേ ചാൻസ് ഉള്ളൂ. ഞാനെന്താ വിശ്വസിക്കാത്തത്? ചെയ്യുന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയണതല്ലേ, അതുപോലെ തന്നെ ഓനോട് ഈ ഇടയ്ക്കിടയ്ക്ക് പറയണല്ലേ, അതുകൊണ്ട് ഓരോ വിശ്വസിക്കാത്തത്. എനിക്ക് ചോറ് വേണം, എനിക്ക് രാത്രി ചോറ് വേണം, എനിക്ക് അത്താഴത്തിന് ചോറ് വേണം. അങ്ങനെ ഒരു നിർബന്ധമല്ല കേട്ടോ. നമ്മളെ ശീലങ്ങൾ അങ്ങനെ ആവുമല്ലോ. പക്ഷെ നമ്മൾ കോഴിക്കോടൊക്കെ രാത്രി കോഴിക്കോടൊക്കെ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് രാത്രികൾക്ക് കടികൾ കഴിക്കണ ഇഷ്ടം. അപ്പം പൊറോട്ട പത്തിരി അതൊക്കെ കഴിക്കണ ഇഷ്ടം. പക്ഷെ എനിക്ക് ചോറ് വേണം. നിങ്ങൾ ഒരുപാട് യെസ്. ഞാൻ കുറച്ച് എന്തായിരുന്നു വരാതിരിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാണ്ടല്ലോ, കുറച്ച് തിരക്കുകളിലായിപ്പോയി. തിരക്കുകൾ എന്ന് കഴിഞ്ഞാൽ 1 മാസത്തോളം കഷ്ടപ്പെട്ടുള്ള എക്സാം ആയിരുന്നു. ഫെബ്രുവരി ഫുള്ള് ഞങ്ങൾക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു. ഭയങ്കര ടെറർ എന്നല്ല, ഭയങ്കര സ്ട്രെസ്ഫുള്ളായൊരു മന്ത് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ഒരാഴ്ച വീട്ടിൽ വന്നപ്പോൾ അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എക്സാമായി റെക്കോർഡായി പ്രാക്ടിക്കലായി തിയറിയായി ഒക്കെ പല കഷ്ടപ്പാടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഈ ഒരാഴ്ച വീട്ടിൽ വന്നപ്പോൾ കിടന്നുറങ്ങി പറഞ്ഞാൽ നല്ലൊരു റെസ്റ്റ് മൂഡായി പോയി. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എക്സാമിൻ്റെ കാര്യമൊക്കെ ഒക്കെ കംപ്ലീറ്റ് വിട്ടുപോയി. അപ്പോൾ ഇനി ഈ ആഴ്ച തിരിച്ചു പോയിട്ട് വേണം എക്സാമിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കാനൊക്കെ. അയാളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് പറഞ്ഞത്. എന്തായാലും പറഞ്ഞില്ലേ? എന്താ റെസ്പോണ്ട് എന്തായിരുന്നു? ഹിബ കിടാണല്ലേ പാവം. അതേപോലെ നല്ലൊരു കുട്ടിയാണ് എന്നെപ്പോലെ. ഞാൻ എനിക്ക് ചോറ് തന്നെ വേണം നിർബന്ധം. അല്ലെങ്കിൽ പിന്നെ ഞാൻ അത്രയും ഇടങ്ങേറായാലേ ഞാൻ കഴിക്കുള്ളൂ. വരും. ഓക്കെ വരും. ഫിറോസോപ്പി വരുന്നോ? ചോറ് കഴിച്ചാൽ എനിക്ക് അങ്ങനത്തെ പ്രശ്നമല്ല കേട്ടോ.